ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഇഷ്ടശീലായ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് അവിടെ ജൂബയാണെങ്കിൽ നേരെ താരയും കൂട്ടിക്കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് സരയുൻ്റെ. അത് കണ്ട് വളരെയേറെ സന്തോഷത്തോടെ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുക തന്നെ ചെയ്യാതെ അവളെ താര ചെയ്തത്. എന്നാൽ ഇതേ സമയം മനോഹറിനെ ആണെങ്കിൽ അവളെ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഒപ്പം നിന്നത് നമ്മുടെ കിരണിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ മാനേജർ സാറ് തന്നെയാണ്. പുള്ളി വന്ന് മനോഹറിന് കൂട്ടു നിൽക്കുകയാണ്. അപ്പം മനോഹറിനോട് ചോദിക്കുന്നു, എടാ ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ എന്ന് പറയുന്നു. ഞാനാണ് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നെ നോക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട്. കിരൺ സാറ് പറഞ്ഞു, ഇനി നീ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്നോളം വരെ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വന്ന് നോക്കണമെന്ന്. അതുകൊണ്ട് വന്ന് നിൽക്കുക. ഇനി ഏത് പെണ്ണുങ്ങളുടെ ജീവിതമാണ് തകർക്കാനായിട്ട് നോക്കുന്നേ? അതാരും ഇല്ല സാറേ, ഞാൻ മടുത്തു സാറേ. ഇനിയിപ്പോൾ ജീവിക്കണമെന്ന് പോലുമുള്ള ആഗ്രഹമില്ല. ഓ അങ്ങനെയാന്നും നീ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇല്ല സാറേ, സരയുനിപ്പം എങ്ങനെയുണ്ട് സാറേ? ഓ ഇറങ്ങിയിട്ട് എന്തിനാണ്? ആ പെണ്ണിൻ്റെ ജീവിതം തുളച്ചതല്ലേ നീ? അവൾ നിനക്ക് മറ്റുള്ള പെണ്ണുങ്ങൾ പോലെ ഒരാൾ മാത്രം. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നിൽക്കുന്നേ? അല്ല സാറേ, എൻ്റെ മോള് അവളെവിടെ എന്ന് ചോദിക്കുന്നു. ആ കൊച്ചിനെ പറ്റിയൊക്കെ നീ ആലോചിക്കോടാ. നിനക്ക് എത്രയോ പിള്ളേരുണ്ട്. അവരെ പറ്റിയൊന്നും ആലോചിക്കാത്ത നീയാണോ ആ കൊച്ചിനെ പറ്റി ആലോചിക്കുന്നേ? സാറേ അതുകൊണ്ടല്ല സാറേ, എനിക്ക് കൺമണി മോളെ എങ്ങനെ മറക്കാനായിട്ട് കഴിയില്ല. ആ കൊച്ചൊക്കെ കിരൺ സാറിൻ്റെ വീട്ടിൽ ഭദ്രമായിട്ടുണ്ട്. നീയേ കൂടുതൽ ഡ്രാമയൊന്നും കളിക്കാനായിട്ട് നിൽക്കണ്ട. ഞാനിവിടെ നിൽക്കാത്തതൊക്കെ നിനക്ക് ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് സാറേ അങ്ങനെ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഒന്നുമില്ല എന്ന് തന്നെ പറയുകയാണ്. അത് ഇതേ സമയത്ത് അവിടെ നമ്മുടെ ബാലണ്ണനാണെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളൊരു വീടിൻ്റെ വാതിൽക്ക് നിൽക്കുക. അങ്ങോട്ടാണ് രതീഷ് പ്രകാശിനെയും കൂട്ടിക്കൊണ്ടങ്ങ് ചെന്നത്. ഇവിടെ തന്നെ പ്രകാശിൻ്റെ അടുത്തേക്ക് ബാലണ്ണൻ വരുന്നു. എടാ നീ തെരുവിൽ കിടക്കണ്ടായെന്ന് കരുതി നിൻ്റെ മോളെടുത്തിട്ട വീടായത്. അയ്യോ ഇത്രയും വലിയ വീടൊന്നും വാടകയ്ക്ക് വേണ്ടായിരുന്നല്ലോ, ഇതിന് ഒത്തിരി വാടകയാകില്ലേ എന്ന് ചോദിക്കണം. നിൻ്റെ മോള് ഇത് വാടകയ്ക്ക് എടുത്തിട്ടതല്ല, കല്യാണി മോൾക്ക് ഇതൊക്കെ നിസ്സാരമാ. അവളെ വാങ്ങിച്ച വീടാ, നല്ല വില കൊടുത്ത് വാങ്ങിച്ച വീട്. മോള് വാങ്ങിച്ച വീടോ? ആ കല്യാണി വാങ്ങിച്ച വീട് തന്നെയാ എന്ന് രതീഷ് പറയുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച വീടല്ല, കല്യാണിയുടെ പേരിൽ തന്നെ വാങ്ങിച്ച വീടാ. നിങ്ങൾ ഇവിടെ കയറി താമസിക്കാം എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് വേണ്ടി ഇത്രയും വലിയ വീടൊക്കെ മോള് എന്തിനാ വാങ്ങിച്ചത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അതൊക്കെ കല്യാണം തീരുമാനിച്ചാൽ പോരെ? നിങ്ങൾ താമസിക്കാൻ വന്നാൽ താമസിച്ചാൽ പോരെ? പിന്നെ ഇത്രയും വലിയ വീടാ സൗകര്യമാണെന്ന് കരുതി നിങ്ങളുടെ മകനെ ഇവിടെ കയറ്റി താമസിക്കാനാണ് നിങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വേണ്ട. അവനിവിടെ കയറി താമസിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാടാ എനിക്കും പറയാനുള്ള പ്രകാശ. നീ നിൻ്റെ മകനെ ഇങ്ങോട്ട് കയറ്റി മോക്ക് ആണി അടിക്കാൻ നോക്കരുത് കേട്ടോ. അയ്യോ ഒരിക്കലും ഇല്ല പറഞ്ഞ. എനിക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു മുറി മതി. ഇത്രയും വലിയ വീട് തന്നെ വേണമെന്നില്ല. ഞാനിവിടെ ആരും കയറ്റി താമസിപ്പിക്കാൻ പോകുന്നില്ല. ഞാനിവിടെ താമസിക്കുന്നത് പോലും എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞതിൻ്റെ പേരില്ല എന്ന് പറയുന്നു. അപ്പം രതീഷ് പറയണം, അങ്ങനെയാണെ നിങ്ങൾക്ക് കൊള്ളാം. ഇനിയെങ്കിലും ആ മക്കളെ തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നാടോട്ടി തന്നെ കിടക്കേണ്ടി വരും. എടാ പ്രകാശ, ഒരു കാര്യം ആലോചിച്ചോ? കിരൺ സാറിൻ്റെ അമ്മായച്ചനായതും കല്യാണി മോളുടെ അമ്മയുടെ അപ്പനായതും കൊണ്ടൊക്കെ തന്നെയാണ് നിന്നെ ഇവിടെ ഇങ്ങനെ താമസിക്കാൻ അവസരം കിട്ടിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നീ പെരുവഴി കിടന്ന് തീരത്തേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നീ ഒന്നും മറന്നു പോകണ്ട എന്ന് പറയുന്നു. അങ്ങനെ പ്രകാശം വന്ന് വീട് കാണിങ്ങനെ എങ്ങനെയുണ്ടാ വീട്? അയ്യോ ഇത് ഗംഭീര വീടല്ലേ, ഇത്രയും മുറിയുള്ള വീടൊക്കെ എനിക്ക് എന്തിനാന്ന്? അതൊക്കെ ഉണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളാണ് ജീവിച്ചോ. നിങ്ങളിനി ആ മോളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കും. പക്ഷേ ആ മോളെ തിരിഞ്ഞു വെത്താനോ നന്ദി കേട്ട് കാണിക്കാനോ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, നിങ്ങൾ വീണ്ടും പെരുവഴിയിലെത്തും. പിന്നെ നിങ്ങൾ ദൈവം തമ്പുരാ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താനാകത്തില്ല. മര്യാദയ്ക്ക് മോളെയൊക്കെ സ്നേഹിച്ച് നിന്ന് ഇതേപോലെ മരിക്കുന്നോളം വരെ നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് ജീവിച്ച് പോകാം എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ പിന്നെ നിൽക്കാതെ വീടൊക്കെ പോയി ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാൻ എന്താ വേണ്ടനൊക്കെ നോക്ക് എന്ന് പറയുന്നു. അപ്പോൾ ബാലനം പറയുക, വാദപ്രാശ എല്ലാം ഞാൻ കൊണ്ട് കാണിച്ചു തരാം എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് കാണിക്കുന്ന രതീഷാണെങ്കിൽ അവിടെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് ഏതായാലും ഇത്രയ്ക്കായി എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം സരയുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ മയക്കി കിടത്തിയിട്ട് ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സരയുനായിട്ട് ഡോക്ടർ പറയാണ്, സരയു നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കരടുകൾ എല്ലാം മാറിക്കഴിഞ്ഞു. മനോഹർ എന്ന് പറയുന്ന ചതിയൻ അതാരാണ് എന്നുള്ളത് സരയുവിനിപ്പോൾ കൂടുതലായിട്ട് വ്യക്തമായി. സരയുവിൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും അവനെ എടുത്തു പുറത്ത് കളഞ്ഞു കഴിഞ്ഞു. ഇനി അവനുമായിട്ട് സരയു മനസ്സുകൊണ്ട് പോലും ഒരടുപ്പവുമില്ല. സരയു ഇനി ഒരു പുതിയ ജീവിതത്തിലേക്കാണ് വരുന്നത്. സരയു അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. സരയു മൂളുകയാണ്.
ഇനി ആരെയും ദ്രോഹിക്കാനായിട്ട് സരയുവില്ല. മോളോടൊപ്പം സന്തോഷമുള്ള ഒരു ജീവിതമാണ് സരയു ഇനി മുന്നിൽ കാണുന്നത്. സരയു ഇനി അങ്ങനെ ഒരു ജീവിതമല്ലേ മുന്നിൽ കാണുന്നത്? സരയു എല്ലാം നേരിടാനായിട്ടുള്ള സരയുവിൻ്റെ മനസ്സിനെ തയ്യാറെടുത്ത് കഴിഞ്ഞില്ലേ സരയു എന്ന് തന്നെ ഡോക്ടർ ചോദിക്കുകയാണ്. ഡോക്ടർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും സരയു അവിടെ മൂളുക തന്നെ ചെയ്യാണ്. അവിടെ ഡോക്ടർ പറയുന്നു, സരയു ഇനി ആ ഒരു പഴയ ചിന്തകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഇല്ല. ആരോടും വൈരാഗ്യോ കാര്യങ്ങളോ വീട്ടാനില്ല. അവിടെ മോളോടൊപ്പം ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം മാത്രമേ സരയു ഇപ്പോൾ മനസ്സിൽ കാണുന്നുള്ളൂ. ആ ഒരു ജീവിതത്തിലേക്ക് സരയു ഇത മടങ്ങിപ്പോവുക തന്നെ ചെയ്യാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ സരയുവിനെ ഒരു ഞൊട്ട വിദേശ് ഞൊട്ടയല്ല മറ്റേ ഇങ്ങനത്തെ സൗണ്ടല്ലോ ആ സാധനം കേൾപ്പിച്ചിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേട്ടി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് സരയു പയ്യെ ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിയുമ്പം സരയു ഇപ്പം സരയുടെ മനസ്സിലൊന്നുമില്ല കേട്ടോ. ആ പഴയ അവസ്ഥയിൽ നിന്നൊക്കെ സരയു ഒത്തിരി മാറിക്കഴിഞ്ഞു. സരയു ഇപ്പോൾ ഒരു നല്ല കുട്ടിയാണ്. സരയുവിന് ഈ ആരോടും വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സരയുവിനെ ഏറ്റെടുക്കാനും സരയുവിൻ്റെ മോളെ ഏറ്റെടുക്കാനും പുറത്ത് നല്ലവരായ ഒത്തിരി ആളുകളുണ്ട്. ആ ആളുകളുടെ കൂടെ തന്നെ സരയുവിന് സന്തോഷത്തോടു കൂടി മുമ്പോട്ട് ജീവിച്ചാൽ മതി. ഞാൻ പറയുന്നത് സരയുവിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് ഡോക്ടറെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ പിന്നെ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട, എഴുന്നേക്ക് എന്ന് തന്നെ പറഞ്ഞ് സരയുവിനെ ഡോക്ടറോടെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇനി സരയു ഒന്നിനെ പറ്റിയും ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കരുത്. സരയുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളും കാര്യങ്ങളുമെല്ലാം മാറിപ്പോയി. അമ്മയുടെ അടുത്തേക്ക് പോവാം. സരയുവിൻ്റെ അമ്മ അവിടെ സരയുവിനെ നോക്കി കാത്തിരിപ്പുണ്ട് എന്ന് പറയുകയാണ്. സരയു നേരെ ഡോക്ടറുടെ കൂടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക തന്നെ ചെയ്യാണ്. ശാരിയോടെ നിൽക്കുന്നു. അവിടെ കൊണ്ട് കട്ടിൽ കിടത്തിയിട്ട് ശാരിയോട് പറയാണ്, ഇപ്പം സരയുവിൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നു കേട്ടോ. ഇനി അവൾ ഒരു മിടുക്കിയായ കുട്ടി തന്നെയാണ്. അപ്പം എനിക്കിവളെ ഇനി പുറത്തു കൊണ്ടുപോകാമോ ഡോക്ടറെ? പുറത്തു കൊണ്ടുപോകാറായിട്ടില്ല, കുറച്ചും കൂടെ കഴിയട്ടെ. കുറച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സരയു എല്ലാത്തിലും ഒരു പഴയതിനെക്കാലം ഊർജ്ജമുള്ള ഒരാളായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ സരയുവിന് ആരോടും വൈരാഗ്യം ഉണ്ടാകില്ല. മൊത്തത്തിൽ സരയു മാറും. സരയു എന്ന ഒരാൾ ആ ഒരു പഴയ ആളെ ആയിരിക്കില്ല. അതിനെല്ലാം ഞാൻ ഗ്യാരണ്ടി തരുന്നു എന്ന് തന്നെ പറയുകയാണ്. എനിക്ക് വളരെയേറെ സന്തോഷമായി. എന്നാൽ പിന്നെ അമ്മയും മോളെ സംസാരിക്കുക എന്ന് തന്നെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവാണ്. മോളെ, നീ എന്നെ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. കേൾക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്ന ആ മറിയാനെയാണ്. മറിയ വഴിയിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ കല്യാണി കിരണും കൂടെ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. കിരൺ നേരെ മറിയയുടെ അടുത്തേക്ക് ചെന്ന്, മറിയ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയില്ല എന്ന് ചോദിക്കുന്നു. ആ, ഓർമ്മയുണ്ട്. എന്നാൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആ ഹോസ്പിറ്റലിൽ നിന്നും അവനെ ICUവിൽ നിന്നും വാർഡിലേക്ക് മാറ്റി. മറിയെ കാണേണ്ട സമയമായി, മറിയ അവനെ ഒന്ന് വിളിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ മാനേജർ സാറ് ഫോൺ കൊണ്ടുപോയി അവിടെ മനോഹറിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതാ നിന്നെ ആരോ വിളിക്കുന്നു എന്ന് പറയുന്നു. ഫോൺ എടുക്കുമ്പോൾ മറിയ, ഹലോ എടാ നീ എവിടെയാ മനു എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും നീയോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ആ മാനേജറുടെ നേരെ അവിടെ മനോഹർ കൈകൊണ്ട് കാണിക്കുക ഒരു പേഴ്സൺ കോളാ, സംസാരിച്ചോട്ടെ എന്ന്. മാനേജർ ആയിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിങ്ങൾ പോവുകയാണ്. അപ്പം മനോഹറാണെങ്കിൽ അവിടെ സരയുവിനോട് പറയുന്നു, സരയു എന്താ ഇത്? അല്ല സരയു അല്ല, മറിയോട് പറയണം. മറിയ എന്താ ഇത്? എവിടെ ഇത്രയും ദിവസം എന്താ എന്നെ വിളിക്കാതിരുന്നേ എന്ന് ചോദിക്കണം. എടാ നിന്നെ എത്ര വിളിച്ചു, നിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ, എന്ത് പറ്റിയത് എന്ന് ചോദിക്കുന്നു. അത് ആരോ എനിക്കിത് കൂടോത്രം ചെയ്തിട്ടുണ്ട്. കൂടോത്രം അത് എൻ്റെ വീട്ടിൽ കള്ളം കയറി എൻ്റെ തലക്കടിച്ചു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, ICUവിലായിരുന്നു. ഇന്നിപ്പോൾ വാർഡിലേക്ക് മാറിയതു. ആണോടാ? സത്യമാണോടാ? നീ ഏത് ഹോസ്പിറ്റലാ? എനിക്ക് അങ്ങോട്ട് നിന്നെ കാണാൻ പറഞ്ഞുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നടാ. എനിക്ക് ഫുഡ് പോയ്സണായിട്ട് ഞാനും ICUവിലായിരുന്നു. വയറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് മാറ്റിയത്. ഇപ്പം ഞാൻ ഡിസ്ചാർജായി. എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞൊന്നുണ്ട്. നീ ആ ലൊക്കേഷൻ എനിക്ക് ഒന്ന് അയച്ചിടുവോടാ, ഞാൻ വന്ന് നിന്നെ കണ്ടോളാം. മറിയ, ഞാനിപ്പോൾ തന്നെ അയച്ചിടാം. പിന്നെ ഇനി നിൻ്റെ വീട്ടുകാരൊന്നുമായിട്ട് പിന്നെ അടുപ്പം വേണ്ട കേട്ടോ. ആരൊക്കെ ഇനി കൂടോത്രം ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊന്നും അറിയാനായിട്ട് കഴിയില്ലോ എന്ന് പറയും. ശരി മറിയ, എന്നാൽ ഞാൻ ഇപ്പം അയച്ചിടാം എന്ന് പറയുകയാണ്. അന്നേരം കിരൺ പറയുന്നു, മറിയ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അവൻ ഈ ഒരു പെൺകുട്ടികളുടെയും ജീവിതം ചതിക്കാനായിട്ട് പാടില്ല കിരൺ എന്ന് പറയുന്നു. അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് കിരൺ പറയുകയാണ്. മനോഹർ ആ സമയം മനസ്സിലാലോചിക്കുകയാണ്, ആ പുള്ളി വരൂലോ, ഇനിയിപ്പം എന്താ ചെയ്യുക? മറിയ ഇങ്ങോട്ട് വന്നാൽ ആ പുള്ളി കാണാതിരിക്കാൻ ആ പുള്ളി എങ്ങോട്ട് പറഞ്ഞു വിടും എന്ന് ആലോചിക്കുമ്പോഴേക്കും അവിടെ ആ ഏട്ടൻ വരികയാണ്. ഏട്ടൻ അത് പറയാം, എടാ ഞാൻ അർജൻറ്റായിട്ട് ഓഫീസിലേക്ക് പോവുക, വൈകുന്നേരം വരുവുള്ളൂ. അത് കിരൺ ന്യൂട്രലിൽ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ പറയുന്നു ശരിയെന്ന്. ഞാൻ അപ്പോഴത്തേക്കും മനസ്സിലാലേക്ക് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാത എന്നുള്ള കാര്യം. ഇതേ സമയത്ത് സരയുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശാരി ചോദിക്കുന്നുണ്ടെങ്കിലും സരയു അധികം ഒന്നും മറുപടികൾ കൊടുക്കുന്നില്ല. ഇതേ സമയം പറയുന്നു,
കിരണും കല്യാണി ദേണ്ട വരുന്നു എന്ന് പറയുന്നു. അവരിങ്ങോട്ട് വരികയാണ്. കിരൺ വന്ന് സരയുടെ തോളിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് സരയു, ഇപ്പോൾ ഓക്കെ അല്ലേ, മൈൻഡൊക്കെ ക്ലിയർ ആയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു മൈൻഡൊക്കെ ക്ലിയർ ആയി എന്നുള്ളൊരു പുഞ്ചിരി അവളെ കിരണിൻ്റെ നേരെ കൊടുക്കുകയാണ്. കിരൺ സരയുവിനെ ഒത്തിരി ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ പറയുന്നു, മോനെ ഒന്നിനും മറുപടി പറയുന്നില്ല, എങ്ങനെ ഒരേ കിടപ്പാന്ന്, അത് മാറിക്കൊള്ളുന്നേ. സരയു ഇപ്പോൾ ചിരിച്ചല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സാണ്. സരയു ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം, മോളിപ്പം അവിടെയുണ്ട്, എല്ലാവരുടെയും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് മോളിരിക്കുന്നത്. ഇനി മനോഹർ എന്ന് പറയുന്നത് ആളെപ്പറ്റി ചിന്തിക്കണ്ട, അവൻ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ളത് എനിക്കറിയാമെന്ന് പറയുന്നു. അപ്പോൾ ശാരി പറയുമോ, അവൻ ചാവേണ്ടതല്ലായിരുന്നു അന്നത്തെ അടിക്കുന്നത്, അങ്ങനെ ചത്തായിരുന്നെങ്കിൽ ഇവൾ ജയിലിൽ പോകണ്ടായിരുന്നു, അങ്ങനെയൊന്നും അവൻ ചാകാനായിട്ട് പാടില്ല. പിന്നെ അങ്ങനെ അടിച്ചു കൊന്നാലും ഇവളിപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്ന കാരണം ഒരിക്കലും ജയിലിൽ പോകേണ്ട വഴിയുമില്ലായിരുന്നു. പക്ഷേ അവനെ കൊല്ലാൻ പാടില്ല, അവൻ ജയിലിൽ കിടന്ന് അനുഭവിക്കണം, ഇനിയുള്ള കാലം മുഴുവൻ അവൻ ജയിലിൽ കിടന്ന് അനുഭവിക്കണം, അതിനു വേണ്ടിയുള്ളത് നമുക്ക് കൊടുക്കാം എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. അപ്പോൾ പറയുന്നു, മോളെ കേട്ടില്ലേ, ഇനി നിനക്ക് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.